ഹലോ. ഈ ഹാപ്പി ന്യൂ ഇയർ. ഈ പുതുവർഷത്തിൽ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് വളരെ വളരെയധികം ആളുകൾ എന്നോട് വന്ന് സൂചിപ്പിക്കുന്നുണ്ട്, എനിക്ക് ഡിപ്രഷനാണ്. ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് പണ്ട് കാലത്ത് അത്ര കോമൺ ആയിരുന്നില്ല, ആർക്കും അത്ര പരിചിതമായിരുന്നില്ല. അല്ലെങ്കിൽ വിഷാദ രോഗം എന്നൊക്കെ പറയുമ്പോൾ ആർക്കൊക്കെയോ വരുന്ന രോഗം, അല്ലെങ്കിൽ അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ വരുന്ന ആർക്ക് ഉള്ള അസുഖം, അല്ലെ ധനിക രാജ്യങ്ങളിലുള്ളവർക്ക് വരുന്ന അസുഖം എന്നൊക്കെയായിരുന്നു നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്നിത് സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ കേരളത്തിലുള്ളവർ, ഇന്ത്യയിലുള്ളവരൊക്കെ പറയുന്നു ഇങ്ങനെയുള്ള ഒരു വിഷാദ രോഗം. എന്തുകൊണ്ടാണിത് കാരണം എന്നതിനെക്കുറിച്ച് ഞാനതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്, നമ്മുടെയൊക്കെ ഇന്നത്തെ സമൂഹം കൂടുതൽ ഈ പറഞ്ഞ പോലെ മറ്റ് കാര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആണ്. അതായത് നമുക്ക് ജീവിതത്തിൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുക, അനാവശ്യമായിട്ട് താരതമ്യപ്പെടുത്തുന്നു, അനാവശ്യമായിട്ട് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുകയാണ്. അതുപോലെ തന്നെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എനിക്ക് മൂല്യമില്ല എന്നുള്ള ഒരു ചിന്ത, എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്ത. അപ്പം ഇതെല്ലാം വരുന്നത് എനിക്ക് തോന്നുന്നത് ഓവർ ഷെയറിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇത് സോഷ്യൽ മീഡിയ വന്നു, എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പം നമ്മളൊരു ഒരു 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 കാര്യം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ലൈക്ക്, അല്ലെങ്കിൽ ഷെയർ, അല്ലെങ്കിൽ കമൻ്റൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നതിനും ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് തിരിച്ച്. പക്ഷേ ഇത് പലപ്പോഴും കിട്ടാതാകുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മളെ ഇഷ്ടമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഇവർ മറ്റുള്ളവരെ പലതും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രതീക്ഷകളാണ് സത്യത്തിൽ ദുഃഖത്തിന് കാരണം. പ്രതീക്ഷകളിലേക്ക് ദുഃഖമില്ല. അതുകൊണ്ട് ബുദ്ധൻ വളരെ സുന്ദരമായിട്ട് പറഞ്ഞിട്ട് ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഈ മറ്റൊന്ന് നമ്മുടെ മാറിയ ജീവിത ശൈലിയാണ്. ഇപ്പോൾ പണ്ടൊക്കെ മനുഷ്യർ നേരത്തെ കിടന്നിട്ട് നേരത്തെ ഉണരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. പക്ഷേ ഇപ്പം മനുഷ്യരെല്ലാം 12 മണിക്ക് ഉറങ്ങുന്നു, ഇന്ന് തന്നെ കിടന്നിട്ട് ഇന്ന് തന്നെ എഴുന്നേൽക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറി. താമസിച്ച് കിടന്നിട്ട് താമസിച്ച് എഴുന്നേൽക്കുന്ന ഒരു ഇതിലേക്ക് മാറി. അങ്ങനെ വരുമ്പോൾ തന്നെ സൂര്യോദയം കാണുന്ന മനുഷ്യർ കുറയാണ്. സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്നതൊരു കുറവാണ്. അപ്പോൾ സമയമില്ലാതാകുന്നു, ടെൻഷനാകുന്നു. അങ്ങനെ ജീവിതശൈലിയുമായിട്ട് സ്ക്രീൻ ടൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഇനി മറ്റൊന്ന് ശിഥിലമാകുന്ന മനുഷ്യബന്ധങ്ങളാണ്. ആരും തമ്മിൽ ഭർത്താവും ഭാര്യയും തമ്മിലാണെങ്കിലും, മക്കളും മാതാപിതാക്കളും തമ്മിലാണെങ്കിലും, അല്ലെങ്കിൽ സഹോദരന്മാരാണ് തമ്മിലാണെങ്കിലും, അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും, ഒന്നും തന്നെ ഒരു രൂഢമൂലമായിട്ടുള്ള ആഴത്തിലുള്ള റിലേഷൻഷിപ്പുകൾ, അതായത് വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റഡി നടത്തിയത്, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ സ്റ്റഡിയിൽ മനസ്സിലാക്കിയത്, ഈ ധാരാളം, അതായത് കുറേ വർഷം ജീവിക്കുന്ന ആളുകൾ, ദീർഘായുസിട്ടുള്ള ആളുകളുടെ മെയിനായിട്ടുള്ള ഒരു സീക്രട്ട് ഓഫ് ദി ലോങ്ങെവിറ്റി, അവരുടെ ദീർഘായുസിനുള്ള കാരണം, രഹസ്യം തന്നെ അവർക്ക് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം നല്ല നല്ല ബന്ധങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് ഡിപ്രഷനിലേക്ക് പോവുക. അപ്പോൾ എത്ര ഡിപ്രഷനുള്ളവരായാലും ഒരു ആളിനോട് കൂടെ ഒന്ന് നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഡിപ്രഷൻ മാറും. അതല്ലെങ്കിൽ സ്പോർട്സ്, നമ്മൾ കളിക്ക് കുറച്ച് സമയം വിനോദ ഉപാധികൾക്ക് വേണ്ടി, അതിന് പകരം നമ്മൾ കുറച്ചുകൂടെ സെൽഫ് ഇൻട്രീഗിങ് ആയിട്ടുള്ള മറ്റ് ദുശീലങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ, ലഹരിയിലേക്ക് പോകുമ്പോൾ അത് പിന്നീട് കുറ്റബോധത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ അല്ലാതെ ഫുട്ബോളോ കബഡിയോ അങ്ങനെയുള്ള ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഉല്ലാസം ലഭിക്കുകയും ഒരു വിഷാദരോഗത്തിൽ നിന്ന് മറികടക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. വിഷാദരോഗം ഈ ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്നു. അതിനുള്ള പരിഹാരം നമ്മളിൽ തന്നെയുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പ്രകൃതിയോട് അടുത്ത് നിന്നുകൊണ്ട്, എക്സസൈസ് ചെയ്തുകൊണ്ട്, നല്ല നല്ല ബന്ധങ്ങൾ ശ്രമിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. താങ്ക് യു.